ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജീക് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നേത്രങ്ങളെക്കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് പഠിച്ചത്. എനിക്കൊന്ന് അത് കൂടുതൽ സഹായകരമാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന നേത്രവൈകല്യ രോഗങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നേത്രങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നോക്കിക്കേ, നേത്രവൈകല്യ രോഗങ്ങളാണ്. നമുക്കറിയാം, പരീക്ഷയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിനോടകം ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏതാണ്? അപ്പോൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വർണ്ണാന്തതയാണ്. വർണ്ണാന്തതയുടെ ഇംഗ്ലീഷാണ് കളർ ബ്ലൈൻഡ്നെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം. ആ വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയല്ലേ. അപ്പോൾ ഈ വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ഏതെന്ന് ചോദിച്ചാൽ നീലയാണ്. തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ്. ഓക്കെ, ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നതും എന്താണ്? വർണ്ണാന്തതയാണ് കേട്ടോ. വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധന ഏതാണ്? ഏത് പരിശോധനയാണ് അറിയാവോ? ഇഷിഹാരയാണ്. രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥ ഏതാണ്? നിശാന്തത. പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? തിമിരമാണ് ആൻസർ. തിമിരം വന്നയാൾക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ്? ഏത് ഭാഗമാണ് മാറ്റിവെക്കുന്നത്? ലെൻസാണ് മാറ്റിവെക്കുന്നത്. കോർണിയ മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? കെരാറ്റോപ്ലാസി. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗ്ലൂക്കോമ. അടുത്ത ക്വസ്റ്റ്യൻ, ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങളുള്ളതായിട്ട് തോന്നും. ആ അസുഖം ഏതെന്നറിയാം? അതും ഗ്ലൂക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അത് ചോദിച്ചാൽ അതിനുത്തരവും ഗ്ലൂക്കോമയാണ്. ഓക്കെ ആണല്ലോ. കണ്ണിലെ കൃഷ്ണമണി ഉണ്ടല്ലോ, നമ്മുടെ ഈ കണ്ണിലെ കൃഷ്ണമണി ഉണ്ടല്ലോ, അത് ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥ ഏതാണ്? അതാണ് സിറോഫ്താൽമിയ. കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചവൈകല്യം. കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടും. അതുമൂലമുണ്ടാകുന്ന കാഴ്ചവൈകല്യം ഏതെന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന പേരാണ് പ്രസ്ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത്. രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ നമുക്കിങ്ങനെ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അതാണ് നമ്മുടെ കോങ്കണ്ണ്. ഓക്കെ, ഇനി അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? ചെങ്കണ്ണ്. അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ഏത്? ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള, ഇതിന് മുന്നേ ഈ പലതും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബൈഫോക്കൽ ലെൻസ്. നമുക്ക് ഈ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതായത് നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. ദീർഘദൃഷ്ടിയുടെ കേസിൽ നേരെ തിരിച്ച്, ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. ഇപ്പം ഹ്രസ്വദൃഷ്ടിയെ മറ്റൊരു പേരാണ് മയോപ്പിയ. നോട്ട് ചെയ്യുക കേട്ടോ, മയോപ്പിയ. ഇപ്പോൾ ഈ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് ചോദിച്ചാൽ കോൺകേവ് ലെൻസാണ്. നമ്മുടെ ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ ഏതാണ്? കോൺകേവാണ്. അപ്പോൾ ദീർഘദൃഷ്ടി അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർമെട്രോപ്പിയ. അപ്പോൾ അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ ഏതാണ്? കോൺവെക്സ് ലെൻസ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിൻ്റാണ്, അപ്പോൾ പറഞ്ഞു ഹ്രസ്വദൃഷ്ടി മയോപ്പിയ അല്ലേ, അതിന് കോൺകേവ് ലെൻസ്. ദീർഘദൃഷ്ടിയുടെ ആണെങ്കിലോ ഹൈപ്പർമെട്രോപ്പിയാണ്, അത് കോൺവെക്സ് ലെൻസ്. ഓക്കെ ആണല്ലോ. ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിട്ട് രൂപപ്പെടും? റെറ്റിനയ്ക്ക് മുമ്പിലാണ് രൂപപ്പെടുന്നത്. എന്നാൽ ദീർഘദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്ന റെറ്റിനയ്ക്ക് പിറകിലായിട്ടാണ് രൂപപ്പെടുന്നത്. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടുന്നില്ല.
നേത്ര ലെൻസിൻ്റെ വക്രത മൂലം നമ്മുടെ വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടുന്നില്ല. അതിന് പറയുന്ന പേരെന്താണ്? വിഷമദൃഷ്ടിയാണ്. വിഷമദൃഷ്ടി അഥവാ അസറ്റിക് മാറ്റിസമാണ്. വിഷമദൃഷ്ടി അഥവാ അസറ്റിക് മാറ്റിസമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അത് പിന്നെ ഒന്നുകൂടെ ഉണ്ട്. വിഷമദൃഷ്ടി അഥവാ നമ്മൾ അസ്റ്റിമാറ്റിക്സം പറഞ്ഞു. എന്താ പറഞ്ഞത്? നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ? സിലിണ്ട്രിക്കൽ ലെൻസാണ്. സിലിണ്ട്രിക്കൽ ലെൻസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നേത്ര വൈകല്യങ്ങൾ, രോഗങ്ങൾ എന്നുള്ള സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. നേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും പഠിക്കുക, എങ്ങനെയും ജോലിയിലൊക്കെ കയറുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.